ഇന്ത്യൻ സമൂഹത്തിൽ പലതരം വിവേചനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. മതം, ജാതി, ലിംഗം, വംശം, ജന്മസ്ഥലം, ശാരീരിക വെല്ലുവിളികൾ തുടങ്ങിയവയുടെ എല്ലാം പേരിൽ വിവേചനങ്ങൾ ഇന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിന് അപവാദമല്ല. ഇത് തടയാൻ നടപടികൾ വേണമെന്ന ആവശ്യം പല കാലങ്ങളായി ഉയരുന്നുണ്ട്. രോഹിത് വെമുലയുടെ ആത്മഹത്യയും ജാതി പീഡനങ്ങളെക്കുറിച്ച് ആ സമയത്ത് പുറത്തു വന്ന കഥകളും ഇതിന് ആവശ്യം കൂട്ടി. ഈ സാഹചര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ ആരും വിവേചനങ്ങൾ നേരിടാതിരിക്കാൻ UGC ഇക്വിറ്റി റെഗുലേഷൻ 2026 എന്ന ചട്ടം കൊണ്ടുവരുന്നത്. എന്താണ് UGC ഇക്വിറ്റി റെഗുലേഷൻ വരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ റെഗുലേഷൻ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണോ അതോ അല്ലേ തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ് ഉത്തരം തേടുന്നത്. വിശദമായി പരിശോധിക്കാം. UGC ഇക്വിറ്റി റെഗുലേഷനെതിരെ സമൂഹത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഡൽഹി, പ്രയാഗ്രാജ്, റാഞ്ചി, ജാർഖണ്ഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കലാലയങ്ങൾക്ക് അകത്തും പുറത്തുമായി ഉന്നത ജാതിയിലുള്ള വിദ്യാർത്ഥികളും BJP നേതാക്കൾ തന്നെയും റെഗുലേഷനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലും പ്രതിഷേധങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. മത, സാമൂഹിക, രാഷ്ട്രീയ പരിസരങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ റെഗുലേഷനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്നു. എന്താണ് ഇതിന്റെ ഉള്ളടക്കം എന്ന് മനസ്സിലാക്കാതെയാണ് പല പ്രതിഷേധങ്ങളും. എന്താണ് ഈ റെഗുലേഷൻ എന്ന് ആദ്യം പരിശോധിക്കാം. രാജ്യത്തെ കോളേജുകളിലും സർവകലാശാലകളിലും SC/ST, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർ നേരിടുന്ന എല്ലാത്തരം വിവേചനങ്ങളെയും അവസാനിപ്പിക്കാനായി യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അഥവാ UGC അവതരിപ്പിച്ച പുതിയ ചട്ടമാണ് UGC ഇക്വിറ്റി റെഗുലേഷൻ 2026. രോഹിത് വെമുലയുടെയും പയാൽ തദ്വിയുടെയും കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതി ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരമാണ് UGC പുതിയ ചട്ടം രൂപീകരിച്ചത്. 2012 UGC ആന്റി ഡിസ്ക്രിമിനേഷൻ റൂളിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് പുതിയ ചട്ടം നിലവിൽ വന്നിരിക്കുന്നത്. മുൻപുണ്ടായിരുന്ന ചട്ടവും ഇപ്പോഴത്തെ പുതിയ റെഗുലേഷനും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളതെന്ന് പരിശോധിക്കാം. ആദ്യമായി രണ്ട് ചട്ടങ്ങളുടെയും സ്കോപ്പ് ഓഫ് കവറേജ് അഥവാ വ്യാപ്തി പരിശോധിക്കുമ്പോൾ 2012 റെഗുലേഷൻ SC/ST വിദ്യാർത്ഥികൾക്കെതിരെയുള്ള വിവേചനങ്ങളെ മാത്രമേ അഡ്രസ്സ് ചെയ്തിരുന്നുള്ളൂ. OBCക്കും ഭിന്നശേഷിക്കാർക്കും എതിരെയുള്ള വിവേചനങ്ങളെയൊന്നും പ്രസ്തുത റെഗുലേഷൻ പ്രത്യക്ഷത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ റെഗുലേഷൻ SC/ST വിഭാഗങ്ങളെ കൂടാതെ OBC, ഭിന്നശേഷിക്കാർ, ജെൻഡർ മൈനോറിറ്റീസ്, EWS, അധ്യാപകർ, മറ്റു ജീവനക്കാർ, ഓൺലൈൻ പഠിതാക്കൾ എന്നിവരെ കൂടി നിയമത്തിന്റെ സംരക്ഷണത്തിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പരാതി കൊടുക്കാനും പരിശോധിക്കാനുമുള്ള സംവിധാനങ്ങളിലും പുതിയ റെഗുലേഷനിലൂടെ അടിമുടി മാറ്റം വന്നിരിക്കുന്നു. മുമ്പ് ഒരു ആന്റി ഡിസ്ക്രിമിനേഷൻ ഓഫീസറും പരാതി പരിഹാര സെല്ലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതിയ ചട്ടപ്രകാരം അങ്ങനെയല്ല. തുല്യ അവസരങ്ങൾ ഉറപ്പാക്കാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെൽ, അതിന് കീഴിൽ വിവേചനങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ആന്റി ഡിസ്ക്രിമിനേഷൻ സ്ക്വാഡ്, ഇക്വിറ്റി അംബാസഡേഴ്സ്, ഇതുകൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ സംവിധാനം എന്നിങ്ങനെയാണ് പുതിയ ചട്ടം നിർദ്ദേശിക്കുന്ന പരിഹാര സംവിധാനങ്ങൾ. പുതിയ റെഗുലേഷൻ പ്രകാരം വിവേചനം നേരിട്ടാൽ മേൽ പ്രസ്താവിച്ച വിഭാഗങ്ങളിൽപ്പെട്ട ആർക്കും ഓൺലൈനായോ നേരിട്ടോ പരാതി നൽകാം. പരാതി ലഭിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. 7 ദിവസത്തിനുള്ളിൽ നടപടിയും സ്വീകരിക്കാൻ പുതിയ റെഗുലേഷനിൽ വ്യവസ്ഥയുണ്ട്. 2012 റെഗുലേഷൻ പ്രകാരം പരാതി സ്വീകരിച്ചു അന്വേഷണമോ നടപടിയോ ഒന്നും ഉണ്ടായില്ലെങ്കിലും ഔദ്യോഗിക ചുമതലകൾ വഹിക്കുന്നവർക്കെതിരെ നടപടികൾ എടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ റെഗുലേഷൻ പ്രകാരം നടപടിയെടുക്കാൻ ഔദ്യോഗിക ചുമതലകളിൽ ഇരിക്കുന്ന എല്ലാവർക്കും ബാധ്യതയുണ്ട്. എടുക്കാത്ത പക്ഷം സ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദാക്കാനും ഫണ്ടിങ് നൽകാതിരിക്കാനുമുള്ള അധികാരം UGCക്കുണ്ട്. ഇതുകൂടാതെ വിവേചനം എന്താണെന്ന് വിശദീകരിക്കുന്ന സെക്ഷന്റെ വ്യാപ്തി കൂടിയതാണ് മറ്റൊരു പ്രധാന വ്യത്യാസം. റെഗുലേഷന്റെ 3 ക്ലോസ് E പ്രകാരം പ്രത്യക്ഷമായും പരോക്ഷമായും വിവേചനം സംഭവിക്കാമെന്ന് പറയുന്നു. 2012 റെഗുലേഷനിൽ വിവേചനത്തിന്റെ നിർവചനത്തിന് ഇത്ര വ്യാപ്തി നൽകിയിരുന്നില്ല. ഈ അവസരത്തിൽ വ്യാജ പരാതികൾ ഉയരാനുള്ള സാഹചര്യമാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യാജ പരാതികൾ എങ്ങനെ മനസ്സിലാക്കണം, അതിനെതിരെ എന്ത് നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ലെന്നതും പുതിയ റെഗുലേഷന്റെ വലിയ പരിമിതിയായി അവശേഷിക്കുകയാണ്. വിവേചനങ്ങൾ അവസാനിപ്പിക്കാനുള്ള അതിശക്തമായ സംവിധാനങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും വ്യാജ പരാതികൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൽ ഒരു വ്യക്തതയും ഈ ചട്ടത്തിലില്ല. എന്നാൽ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രമല്ല ഡൽഹിയിലും റാഞ്ചിയിലും ജാർഖണ്ഡിലും പ്രതിഷേധങ്ങൾ നടക്കുന്നത്. പുതിയ റെഗുലേഷൻ ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കെതിരെ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാമെന്ന ആക്ഷേപമുണ്ട്. ജാതീയമായ വിവേചനങ്ങൾ നേരിടുന്നവരുടെ നിർവചനത്തിൽ ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഇക്വിറ്റി കമ്മിറ്റിയിൽ എല്ലാവരുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കിയപ്പോൾ ജനറൽ കാറ്റഗറിയിൽ നിന്നുമുള്ള ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു.
വിവേചനത്തിന്റെ നിർവചനം കാസ്റ്റ് ന്യൂട്രൽ ആക്കണമെന്നും അല്ലാത്തപക്ഷം അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14-ന്റെയും 21-ന്റെയും ലംഘനമാണെന്നും വാദിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ സുപ്രീം കോടതിയിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനും ഫയൽ ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് വിവേചനങ്ങൾക്കെതിരെയുള്ള നിയമം എന്ന് മനസ്സിലാകാത്തവരാണ് ഈ പ്രതിഷേധക്കാരിൽ ബഹുഭൂരിഭാഗവും. അതിന് ഇന്ത്യയുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയണം. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 14-ഉം 21-ഉം നിലനിൽക്കുമ്പോഴും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 ക്ലോസ് 3, ക്ലോസ് 4, ക്ലോസ് 5 എന്നിവയിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും SC/ST ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേക സംരക്ഷണം നൽകിക്കൊണ്ട് നിയമം നിർമ്മിക്കാൻ അനുവാദമുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ തുല്യതാ സങ്കല്പങ്ങൾക്ക് എതിരല്ലെന്നും ഭരണഘടനയുടെ ആത്മാവിനെ കൂടുതൽ ആഴത്തിൽ സ്പർശിക്കുന്നതാണെന്നും മനസ്സിലാക്കാത്തവരാണ് പ്രതിഷേധക്കാർ. അത് മനസ്സിലാകണമെങ്കിൽ വർഷങ്ങളായി മാറ്റി നിർത്തപ്പെട്ട വലിയൊരു വിഭാഗത്തിന്റെ ജീവിതാനുഭവങ്ങൾ തൊട്ടറിയേണ്ടത് കൂടിയുണ്ട്. ഇതിലേക്ക് UGC സുപ്രീം കോടതിയിൽ സമർപ്പിച്ച വിവേചന പരാതികളുടെ കണക്കുകൾ കൂടി ചേർത്ത് വായിക്കണം. UGCയുടെ റിപ്പോർട്ട് പ്രകാരം ജാതി അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവേചനം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 118.4% വർദ്ധിച്ചിട്ടുണ്ട്. ഉന്നത ജാതിയിൽപ്പെട്ടവരും വിവേചനങ്ങൾക്ക് ഇരകളാവുന്നുണ്ടെന്ന് വാദിക്കുന്നവർ ആ കണക്കുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഉന്നത ജാതിയിൽപ്പെട്ടവരും ജാതീയമായ വിവേചനങ്ങൾ നേരിടുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നത് തന്നെ പ്രസ്തുത കണക്കുകൾ പ്രകാരം വസ്തുതാ വിരുദ്ധമാണ്. പരിശോധിച്ചു വരുമ്പോൾ UGC ഇക്വിറ്റി റെഗുലേഷൻ 2026 വിവേചനങ്ങൾക്കെതിരെ അതിശക്തമായ സംവിധാനങ്ങൾ കൊണ്ടുവരികയും അതേസമയം വ്യാജ പരാതികൾ അഡ്രസ്സ് ചെയ്യാൻ കൃത്യമായ മെക്കാനിസം അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തൊരു ചട്ടമാണ്. ആ വിടവാണ് ആദ്യം നികത്തപ്പെടേണ്ടത്. വിവേചനം എന്നതിന് നൽകിയിരിക്കുന്ന നിർവചനത്തിൽ പരോക്ഷമായ വിവേചനം എന്താണെന്നതിലും നിർബന്ധമായും വ്യക്തത വേണം. അതാണ് വ്യാജ പരാതികൾ തടയാനുള്ള പ്രാഥമിക നടപടി. അതിനപ്പുറം SC/ST, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നേരിടുന്ന വിവേചനങ്ങൾ തടയാനുള്ള ചട്ടം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഉന്നത ജാതിക്കാർക്കെതിരെയുള്ള നീക്കമാണെന്നും വാദിക്കുന്നവർ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാഥമിക താല്പര്യങ്ങൾ പോലും മനസ്സിലാകാത്തവരാണ്.